പിന്നെ വേറെ ആരോ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മിറർ വെച്ചിട്ടില്ലല്ലോ എന്ന്. അത് മിറർ 2-3 ടൈപ്പ് മിറർ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് അവർ ഇഷ്ടത്തിനനുസരിച്ച് മിറർ വെച്ചിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. മിററിനൊക്കെ നോർമലി റേറ്റ് എത്ര രൂപയാണ്? മിറർ നോർമലി ഓൾഡ് മോഡലിന്റെ നോർമൽ മിറർ ആണെങ്കിൽ 100 രൂപ ഒരെണ്ണം. അത്രേ ഉള്ളൂ. പിന്നെ ക്ലാസിക്കിന്റെ മിറർ വരുമ്പോഴത്തേക്ക് ഒറിജിനൽ വരുമ്പോൾ 550 രൂപ ക്രോം. അതിന്റെ കുറഞ്ഞതുണ്ട്, അതാണ് 330 രൂപ എന്തോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ച് കൂടെ ഒരു ക്രോം ഫിനിഷ്ഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ, വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു രസം അതിനായിരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാവേ. എന്തായാലും സ്റ്റാർട്ട് ചെയ്തോ. പൊതുവെ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഒറ്റ അടിക്ക് ഇത് എടുക്കുമെന്ന് അറിയണം, ഒന്ന് കാണണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യും. വീഡിയോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മതി. ഓക്കെ, ഒരു സംശയം ഉണ്ട്. ഇതിപ്പോൾ ഈ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് ആക്ച്വലി ഇത് നമുക്ക് എന്താ പറയുക ലീഗൽ ആണല്ലോ അല്ലേ? പഴയ മോഡൽ വണ്ടിക്ക് സൗണ്ട് ഉള്ള വണ്ടിയാണ്, ഓവർ സൗണ്ട് പാടില്ലെന്നേ ഉള്ളൂ. പഴയ മോഡൽ വണ്ടി സ്റ്റോക്ക് സൗണ്ട് ഉള്ള സൈലൻസറാണ്. അതുകൊണ്ട് വലിയ മോഡൽ സൈലൻസർ വയ്ക്കുന്ന പോലെ പഴയ മോഡൽ പ്രശ്നമില്ല. എന്റെ അറിവിൽ ഇതുവരെ അങ്ങനെ ഇല്ല. ഇത് സൈലന്റ് ആയിട്ടുള്ള സൈലൻസറാണ്, അതായത് വിത്തൗട്ട് ഫിൽറ്ററും വിത്ത് ഫിൽറ്ററും വരും. ഒരുപാട് ബീറ്റ് വേണമെന്ന് പറയുന്നവർക്ക് സൗണ്ട് ഉള്ള സൈലൻസർ ഇട്ട് കൊടുക്കും. ഇതിൽ ഈ പഴയ സൈലൻസർ നമ്മൾ പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്തതാണ്, അതാണ് സൈലന്റ് സൗണ്ട്. എന്നാലും ഒരു ബീറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ബുള്ളറ്റ് റീസ്റ്റോറേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനി അതല്ല ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക. എനിക്കറിയാം എല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കുന്നുണ്ട്, എന്നാലും ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.